കർത്താവ് അല്ലെങ്കിൽ അവിടുന്ന് ഒരത്ഭുത വിഷയമായി മാറുകയും ചെയ്യും. ഇതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന രണ്ട് കാര്യം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, ഒന്ന്, കർത്താവായ യേശുവിന്റെ മഹത്വം അത് വെളിപ്പെടുന്ന ആ അനുഭവം, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറയുകയും അത് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. അവിടുത്തെ മഹത്വകരമായ ആ തേജസ് മാറ്റപ്പെടുന്ന ഒരു കൂട്ടരും, അവിടുത്തെ മഹത്വകരമായ തേജസ്സിലേക്ക് പ്രവേശിക്കുന്ന, ആനന്ദിക്കുന്ന, അതിൽ അതിശയിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന, സുവിശേഷം അംഗീകരിച്ചനുസരിച്ച, ദൈവത്തെ അറിഞ്ഞിട്ട് അറിഞ്ഞവരെ പോലെ തന്നെ ഒരായുസ് മുഴുവനും ജീവിക്കുവാൻ പരിശ്രമിച്ച ദൈവത്തിന്റെ ആ വിശുദ്ധ ഗണം, ആ ശേഷിപ്പ് കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന് ജീവിക്കുന്ന ആ ഒരു ശേഷിപ്പിന്റെ ജീവിതത്തിൽ എത്ര വലിയ മഹത്വമാണ് അവര് കാണാൻ പോകുന്നതും, അതുപോലെ തന്നെ അവർക്കത് ഭയങ്കര അതിശയമായി, അത്ഭുത വിഷയമായി മാറുകയും ചെയ്യും. ആ നാളിൽ തന്റെ വിശുദ്ധരിൽ അവിടുന്ന് മഹത്വപ്പെടുകയും അവർക്ക് തന്നെ അവിടുന്ന് കർത്താവ് ഒരു അത്ഭുത വിഷയമായി മാറുകയും ചെയ്യും. അത്രയും ഒരു ഗ്രേറ്റസ്റ്റ് ഗ്ലോറി, കർത്താവിന്റെ ആ സ്പ്ലെൻഡർ, ആ പ്രതാപം, ആ മഹിമ എല്ലാം കൂടെ നമ്മള് അനുഭവിക്കുന്ന, അതിലേക്ക് ആനയിക്കപ്പെടുന്ന ആ എന്താ പറയണ്ടേ, ആ മഹത്തായ ആ ദിനം, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസൊക്കെ പറഞ്ഞത്, നിത്യതേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആ എന്താ പറയണ്ടേ അനുഭവങ്ങൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, ചുരുക്കം ചിലരുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വളരെ ഹ്രസ്വമായ നിമിഷ നേരം കൊണ്ട് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു അനുഭവം അവർക്ക് കൊടുക്കാൻ വേണ്ടി കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക്, താബോർ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി താൻ രൂപാന്തരപ്പെട്ടു. അപ്പോസ്തലനായ പത്രോസ് പിൽക്കാലത്ത് വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളില് അപ്പോസ്തലന് ക്രിസ്തുയേശുവിന്റെ മഹത്വത്തെ കുറിച്ച് പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ പറ്റും. 2 Peter chapter 1 verse 16 to 18. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും, 2 കാര്യം ഇവിടെ പറയുന്നു. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ട് അല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ യേശുവിനും മാനവും തേജസ്സും ലഭിച്ചു. 18-ാം വാക്യം, ഞങ്ങൾ യേശുവിനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ഇത് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസ്താവിക്കാനും പ്രത്യക്ഷതയെ കുറിച്ച് പറയുവാനും യേശുക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് പറയുവാനും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിവിധ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ വിളിച്ച കർത്താവിന്റെ ശക്തി എന്തെന്ന് അവരെ ഓർപ്പിച്ചുണർത്തി, വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ കാൽവരി ക്രൂശിൽ കിടന്ന ബലഹീനനായ യേശുവിനെ അല്ല കാണാൻ പോകുന്നത്,
നിങ്ങൾ അടിയേറ്റ യേശുവിനെ അല്ല കാണാൻ പോകുന്നത്, മുറിവേറ്റ യേശുവിനെ അല്ല കാണാൻ പോകുന്നത്. അവന്റെ പ്രത്യക്ഷതയുടെ ആ പ്രഭാവം, ആ മഹത്വം എന്തെന്ന് ഇവരെ അറിയിച്ച് ഇവരുടെ കഷ്ടതയിൽ ഇവരെ സഹിഷ്ണുത പുറപ്പെടുവിപ്പാൻ പ്രേരിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് നാളുകൾക്ക് മുമ്പ് അവരിൽ ചുരുക്കം പേർക്കുണ്ടായ ഒരു അനുഭവത്തെ ഇവിടെ പ്രസ്താവിക്കുകയാണ്. കാലാകാലങ്ങളായി അവരത് പങ്കുവച്ചിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് 14 വർഷം വരെ തനിക്കുണ്ടായ സ്വർഗീയ ദർശനം അടക്കി വെച്ച പോലെ അത് ആരോടും ഷെയർ ചെയ്യാതെ തന്റെ ഒരു പേഴ്സണൽ അത് എക്സ്പീരിയൻസ് ആയി അതിനെ സ്വകാര്യമായി സൂക്ഷിച്ചു. 14 വർഷത്തിന് ശേഷമാണ് അപ്പോസ്തലൻ ഒരു പ്രത്യേക അവസരത്തിൽ കൊരിന്ത്യ വിശ്വാസികളോട് തന്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്തപ്പോൾ, തന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ അവർ സംശയിച്ചപ്പോൾ, തെരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ താൻ ഉൾപ്പെടാത്തവനാണെന്നുള്ള ആ എന്താ പറയണ്ടേ നുഴഞ്ഞുകയറ്റക്കാരുടെ ദുരുപദേശങ്ങൾ അലാൽ അവർ സംശയിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം എടുത്തു പറയുന്ന 2 കൊരിന്ത്യർ നമുക്ക് കാണാം. ഇതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസ്, യാക്കോബ്, യോഹന്നാനും അവരുടെ പരസ്യ ശുശ്രൂഷയിൽ ഒരിടത്തും പരാമർശിക്കാത്തതും ഞങ്ങൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള യാതൊരു അനുഭവങ്ങളും ഒരു പങ്കുവച്ചിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസും ഒരു സഭകളോടും ഒരു അപ്പോസ്തലന്മാരോടും ഒരു ശുശ്രൂഷകരോടും ഞാൻ നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് എന്നറിയിക്കാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട തന്റെ സ്വർഗീയ ദർശനത്തിന്റെ അനുഭവം താൻ പങ്കുവച്ചിരുന്നില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലരെ വിശ്വാസം നിലനിർത്തുവാനും ചിലരെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിപ്പിക്കുവാനും ഇനിയും അവന്റെ പ്രത്യക്ഷത ഇല്ല എന്ന് അതൊക്കെ വെറും പറച്ചിലാണെന്ന് പറഞ്ഞ് ദൈവസഭയെ മനസ്സ് മടുപ്പിക്കുമ്പോൾ, ഇല്ല കർത്താവിന്റെ പ്രത്യക്ഷതയും കർത്താവിന്റെ ശക്തിയും കണ്ട മഹിമ കണ്ട സാക്ഷികൾ ഇവിടെ ഉണ്ട്. അപ്പോസ്തലൻ പറഞ്ഞതിന്റെ നിര്യാണ കാലം അടുത്തിരിക്കുക, പക്ഷെ എനിക്ക് നിങ്ങളോട് ചിലത് പറയുവാനുണ്ട്. അത് എന്റെ ശ്രേഷ്ഠത നിങ്ങളുടെ മുമ്പിൽ വർണ്ണിക്കാനല്ല. 12 പേരിൽ ഞാനും യാക്കോബും യോഹന്നാനും മികച്ചവരെന്ന് പറയാനല്ല. ഞാനിത് പങ്കുവെക്കുന്നത് ഞങ്ങളുടെ മികവിനെ പ്രസ്താവിക്കാനല്ല, പിന്നെ ക്രിസ്തുവിന്റെ മഹത്വത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തുവാൻ ഈ അനുഭവം ഇപ്പോൾ പറയേണ്ടത് ആവശ്യമായിരിക്കും. ചില കാര്യങ്ങൾ ചില നാളോളം നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും, പക്ഷെ ചില കാര്യങ്ങൾ നാം പറയേണ്ടതായും വരും. പക്ഷെ പറയുമ്പോൾ നമ്മുടെ മോട്ടീവ് എന്താണെന്ന് ദൈവം നോക്കും. നാം ചില പേഴ്സണൽ കാര്യങ്ങൾ ചിലപ്പോൾ പരസ്യമായി ഷെയർ ചെയ്യേണ്ട വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് കർത്താവ് വ്യക്തമായി നോക്കും. അപ്പം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സ്വർഗീയ ദർശനത്തിന്റെ അനുഭവം തന്റെ പുകഴ്ചയ്ക്കല്ല, പിന്നെ തന്റെ മേൽ ഉള്ള അപ്പോസ്തലിക ശുശ്രൂഷയെ ചോദ്യം ചെയ്തപ്പോൾ തന്റെ അപമാനം കൊണ്ടുമല്ല താനത് പറഞ്ഞേ, പിന്നെയോ താൻ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണെന്നും അതിൽ നിങ്ങൾ സംശയിക്കേണ്ടെന്നും അതെ ദുരുപദേശങ്ങളുടെ അതെ പിടിയിൽ നിങ്ങൾ അകപ്പെടരുതെന്നുള്ള ഉദ്ദേശത്തോടെ ബലഹീനതയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ബലം വർണ്ണിച്ചുകൊണ്ട് തന്നെ ദൈവിക ദർശനത്തിന്റെ ആധിക്യം എത്ര വലുതാണെന്നും അതേ സമയത്ത് തന്നെ ആ സ്വർഗീയ ദർശനങ്ങളുടെ ആധിക്യം എനിക്കുള്ളപ്പോൾ തന്നെ ആ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ താഴ്ത്തുവാനുള്ളതും ദൈവം ചെയ്തിട്ടുണ്ട്. വലിയ ഉയർച്ചയുടെ ആത്മീയതയുടെയും ദർശനങ്ങളുടെയും ദൈവിക അനുഭവങ്ങളുടെയും സ്വർഗീയ ദർശനങ്ങളുടെയും ഒരു ഉയർന്ന പടവുകൾ ചവിട്ടി കയറുമ്പോൾ തന്നെ കർത്താവ് ഞാൻ വീഴാതിരിപ്പാൻ, ഇടറാതിരിപ്പാൻ, ഈ ഓട്ടത്തിൽ ഞാൻ പതറാതിരിപ്പാൻ, അഹങ്കാരിയാകാതിരിപ്പാൻ, നിഗളിയാകാതിരിപ്പാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം സമാന്തരമായി ചെയ്യുന്നുണ്ടെന്ന് അപ്പോസ്തലൻ തുറന്നു കാട്ടി. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷി. ഈ അനുഭവം കാലങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ പത്രോസ് വിലയേറിയ വിശ്വാസം ലഭിച്ച ചിതറി പാർക്കുന്ന ദൈവമക്കൾക്ക് എഴുതുമ്പോൾ അവരെ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനല്ല, ഞങ്ങൾ എക്സ്ക്ലൂസീവായ ആൾക്കാരാണ്, സ്പെഷ്യലാണ്, നിങ്ങൾക്കൊന്നും ഇന്നത്തെ ആൾക്കാരാണ് പറഞ്ഞു വരുമ്പോ അങ്ങനെ ആക്കിക്കളയും, ഞങ്ങള് നിങ്ങളെ പോലെ അല്ല എന്ന് കാണിക്കാൻ.
ഞങ്ങളുടെ പ്രയറും ഞങ്ങളുടെ ഫാസ്റ്റിങ്ങും ഞങ്ങളുടെ പവറും ഞങ്ങളുടെ ഹോളിനെസ്സും ഒക്കെ സംതിങ് സ്പെഷ്യൽ ആണ്. ഇപ്പൊ നിങ്ങൾക്കൊന്നും അനുഭവം ഒന്നും ഇല്ല, അതൊന്നും ഉണ്ടാകത്തില്ല, അതൊക്കെ ഞങ്ങൾക്കുള്ളതാണ് എന്ന് അവകാശപ്പെടാൻ വേണ്ടി അല്ല അവരിരുവരും ഈ വളരെ സ്വകാര്യമായ യേശു കർത്താവ് വിശുദ്ധ പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരോടും ഇത് പറയരുത്. അതുകൊണ്ട് അവർ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയേണ്ട ഒരു അവസരം വന്നു. എന്തിനാ ഞാനിത് വായിച്ചെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ വെളിപ്പെടാനുള്ള മഹത്വത്തിന്റെ അവന്റെ പ്രത്യക്ഷതയിൽ നാം കാണാൻ പോകുന്ന അവന്റെ അപാരമായ ശക്തിയുടെയും മഹത്വത്തിന്റെയും ഒരു ചെറിയ ഒരു അളവ്, ഒരു കണ്ണി വെക്കുന്ന നേരം കൊണ്ടെങ്കിലും ഒരു മൊമെന്റില് തെരഞ്ഞെടുത്ത തന്റെ അപ്പോസ്തലന്മാരിൽ 3 പേർ അതൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. എന്നാൽ കർത്താവ് ഇതും ആഗ്രഹിച്ചില്ല, അതിന്റെ ബലത്തിൽ അവർ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. തന്റെ വചനത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടണം, തന്റെ വചനത്താൽ അവർ അടിത്തറ ഉണ്ടാക്കണം, തന്റെ വചനത്താൽ അവർ പണിയപ്പെടണം, തന്റെ വചനത്താൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് താൻ വരുമെന്ന് അരുളി ചെയ്ത, ഞാൻ നിങ്ങളെ ചേർക്കുമെന്ന് അരുളി ചെയ്ത തന്റെ ഇളക്കമില്ലാത്ത ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത തന്റെ വചനങ്ങളിൽ തന്നെ ആശ്രയിച്ച് ഈ ദർശനം കണ്ടവരും ഈ ദൈവരാജ്യത്തിന്റെ മഹത്വ പ്രത്യക്ഷത ഒരു നിമിഷം കൊണ്ട് കണ്ടവരും വചനത്താൽ തന്നെ ജീവിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അതൊരു പ്രസംഗ വിഷയമാക്കുവാൻ യേശു ആഗ്രഹിച്ചില്ല. മനുഷ്യപുത്രന്റെ ദൈവപുത്രനായിട്ടുള്ള പ്രത്യക്ഷത 3 പേരെ നൊടിനേരം കൊണ്ട് കാണിച്ചിട്ട് അത് ഒരിടത്തും പ്രസംഗിക്കാൻ യേശു അനുവദിച്ചില്ല, ഷെയർ ചെയ്യാൻ അനുവദിച്ചില്ല. യേശു അത് കാണിച്ചതിന്റെ പിന്നിൽ തനിക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ടില്ല. കാലങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ പത്രോസ് പ്രിയപ്പെട്ട വിലയേറിയ വിശ്വാസം ലഭിച്ച ദൈവമക്കൾക്ക് കത്തെഴുതുമ്പോൾ നീറോ ചക്രവർത്തിയാൽ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുന്ന അനേക ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് അവർക്ക് താങ്ങാൻ പറ്റാത്ത പോലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ, വലിയ പീഡകൾ നേരിടുമ്പോൾ, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അവന്റെ പ്രത്യക്ഷത എവിടെ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവന്റെ പ്രത്യക്ഷതയുടെ മഹിമ കണ്ട പത്രോസിന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് വേണ്ടി തന്നെ ഒരിക്കലും മിണ്ടിയിട്ടില്ല. തന്നെ ആരെങ്കിലും നിസ്സാരനാക്കുമ്പോൾ, തന്നെ അടിക്കുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ അവിടെ തന്നെ സ്ഥാനമുള്ളവനാക്കുവാൻ താൻ വളരെ ദൈവത്താൽ അങ്ങേയറ്റം മാനിക്കപ്പെട്ടവനാണ്, നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുവെന്ന് തന്നെത്താൻ ഉയർത്താൻ വേണ്ടി അപ്പോസ്തലന്മാർ ഉപയോഗിച്ചില്ല. പക്ഷേ വിശ്വാസത്തിൽ ജനം താണുപോകുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം തന്നെ പരിഹാസ ചോദ്യമായി ഉയർന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസ് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുകയാണ്, പലരും നിങ്ങളുടെ അടുത്ത് നിർമ്മിത കഥകൾ പ്രമാണിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ക്ലവർ സ്റ്റോറീസിലല്ല, അതായത് ഉണ്ടാക്കിയെടുത്ത മാൻമെയ്ഡ് ആയിട്ടുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ക്ലവർ സ്റ്റോറിയിലല്ല ഞങ്ങൾ നിങ്ങളോട് ദൈവവചനം അറിയിക്കുന്ന, മറിച്ച് അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. അപ്പൊ അവന്റെ മഹിമ കാണാൻ, അവന്റെ മഹിമ കണ്ട, അപ്പൊ അവന്റെ ഗ്ലോറി, അവന്റെ തേജസ് കാണാൻ അവനൊരു അവസരം കൊടുത്തു. ഇത് പൂർണ്ണമായി എന്താണ് ആ നാളിൽ അത് വെളിപ്പെടുമ്പം തന്റെ ജനം ഒരു അതിശയ വിഷയമായി യേശുവിനെ നോക്കുന്ന ആ നിമിഷം, ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ കാണുമ്പോൾ എന്ന് നാം പാടുന്ന പോലെ തേജസ്സോടെ നമ്മൾ ആ മാറിലേക്ക് ചാരുന്ന, നമ്മളെ അതിശയിപ്പിക്കുന്ന, നമ്മളെ അമ്പരപ്പിക്കുന്ന, നമ്മളെ ആഹ്ലാദ ചിത്തരാക്കുന്ന, നമ്മളെ ആനന്ദത്തിൽ ആറാടുമാറാക്കുന്ന, നാം നമ്മെ തന്നെ മറന്നുകൊണ്ട് അവന്റെ മഹിമയുടെ, അവന്റെ തേജസ്സിന്റെയും പ്രതാപത്തിന്റെയും ശക്തിയുടെയും മുൻപിൽ അവന്റെ ജനം എല്ലാം മറന്ന് അവനെ നോക്കി ഒരു അത്ഭുതം കൂറി ആതിശയ വിഷയമാകുന്ന ആ ദിവസം ആ നാളിൽ സംഭവിക്കും. ഇത് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, വിശ്വാസത്തിന്റെ കൊടിയ പരിശോധനയിലൂടെ കടന്നു പോകുന്ന, എന്നാൽ അതേ സമയത്ത് തന്നെ സഹിഷ്ണുത പുറപ്പെടുവിക്കുന്ന തന്റെ ജനത്തോട് പറയേണ്ട ഒരാവശ്യം അപ്പോസ്തലനായ പൗലോസും കണ്ടു, അപ്പോസ്തലനായ പത്രോസും അത് കണ്ടു.
വിശ്വാസത്തിന്റെ പരിശോധനയിൽ സഹിഷ്ണുത കാണിക്കുന്നവർക്കുള്ള ദൂതായത്. വിശ്വാസ പരിശോധനയിൽ സ്നേഹം എന്താണ് നിർജീവമായി പോകാത്ത സ്നേഹത്തെ, അതെ ഒരിക്കലും പരസ്പരമുള്ള സഹോദര സ്നേഹത്തെ തള്ളിക്കളയാത്ത, വിശ്വാസത്തിൽ തഴച്ചു വളരുന്ന, അതെ സഹോദര പ്രീതിയിൽ അതെ വർദ്ധിച്ചു വരുന്ന, സഹിഷ്ണുതയിൽ അതെ വർദ്ധിച്ചു വരുന്ന ദൈവസഭയ്ക്കുള്ള ദൂതാണ്. നിങ്ങൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ ആ ആള് വരുമ്പോൾ ക്രിസ്തുയേശു തന്റെ, നമ്മളതാ ഇവിടെ വായിച്ചേ, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അതെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ പ്രത്യക്ഷനാകുമ്പോൾ, അപ്പോഴാണ് മുകളിൽ പറഞ്ഞത് സംഭവിക്കുന്നത്. പീഡിപ്പിച്ചവർക്ക് പീഡയും, പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസം. എന്നിട്ട് അതിനെ ഒന്ന് വിശദീകരിച്ച് ഒരു ചുരുക്കം വാചകങ്ങളിൽ ഇവിടെ പറയുന്നതാണ് നമ്മൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പെടുവാൻ പോകുന്ന ക്രിസ്തുവിന്റെ മഹത്വം. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ആ നാളിൽ തന്റെ വിശുദ്ധരിൽ അവിടുന്ന് മഹത്വപ്പെടുകയും അവർക്ക് തന്നെ അവിടുന്ന് ഒരു അത്ഭുത വിഷയമായി മാറുകയും. ഇത് മാറിയായിരുന്നോ പത്രോസിനും യാക്കോബിനും യോഹന്നാനും? അവർ ഈ മഹിമ കണ്ടപ്പം അവരെങ്ങനെയാ അവര് റിയാക്ട് ചെയ്തത്? നമുക്കറിയാം. ആ ഭാഗം മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ അവരെങ്ങനെയാണ് ഈ ക്രിസ്തുയേശുവിന്റെ മഹിമ കണ്ടപ്പോൾ അവർ പ്രതികരിച്ചത്. ഒരു അത്ഭുത വിഷയമായി മാറുമെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ നമുക്കറിയാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം, മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. നീ യേശുവിന്റെ ഗ്ലോറി കാണും അവരെ. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. അപ്പൊ ഇതാണ്, ഇത് വായിച്ചു പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ നിത്യനാശം എന്ന ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിനോടുകൂടെ വസിക്കുന്ന ആ മഹത്വത്തിലായിരിക്കുന്ന അവസ്ഥയുടെ ആനന്ദകരമായ അതിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, അതിന്റെ ആധിക്യം എന്നത് മനസ്സിലാവുമ്പോഴേ അത് നഷ്ടപ്പെടുമ്പോഴുള്ള നഷ്ടത്തിന്റെ വില എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും അതിപ്പോ മനസ്സിലാകാത്തത്. ഒരു നിമിഷത്തേക്ക് കർത്താവ് ഒന്ന് രൂപാന്തരപ്പെട്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. മോശയും ഏലിയാവും അവർ രണ്ടും അപ്പോൾ ഭൂമിയിലില്ല. പക്ഷേ ദൈവത്തിനു വേണ്ടി വേല ചെയ്ത, ദൈവത്തിനു വേണ്ടി നിലനിന്ന, സ്വന്തം ജീവിതത്തെക്കാളും സ്വന്തം ജീവനേക്കാളും ദൈവിക നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ആയുസ്സിൽ വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി സേവ ചെയ്ത 2 പേരുടെ പേര് ഇവിടെ പരാമർശിച്ചിട്ട് പറയുകയാണ്. അത് അവർ 2 പേരും യേശുവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പൊ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത മോശയും ഏലിയാവിനെയും അവർ തിരിച്ചറിയുകയാണ്. മഹിമ അവരെ കാണിക്കുകയാണ് യേശുവിന്റെ. കാരണം ഒരു പൂർണ്ണ മനുഷ്യനായി അവരോടൊപ്പം ഉണ്ടും ഉറങ്ങിയും നടന്നും കിടന്നും സഞ്ചരിച്ചും അവരോട് സംസാരിച്ചും യാതൊരു വിധത്തിലും തന്റെ സ്വന്തം ആവശ്യങ്ങൾക്കായോ തന്റെ ശിഷ്യന്മാരുടെ ആവശ്യങ്ങൾക്കായോ ഒരത്ഭുതവും ചെയ്യാത്ത യേശു ഒരത്ഭുത വിഷയമായി അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. അതാണ് നാം കാണാൻ പോകുന്ന ക്രിസ്തുയേശുവിന്റെ മഹിമ. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അവന്റെ ശക്തിയെ കുറിച്ചും അവന്റെ പ്രത്യക്ഷതയെ കുറിച്ചും ഞങ്ങൾക്ക് ഒരിക്കലും സംശയിക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളോടൊപ്പം
യാതൊരു വിധത്തിലും വസ്ത്രം കൊണ്ട് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല, ഭക്ഷണം കൊണ്ട് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല, കിടപ്പ് കൊണ്ടോ നടപ്പ് കൊണ്ടോ ഇരിപ്പ് കൊണ്ടോ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല. അവന് സ്പെഷ്യലായി അവന് ഒന്നും അവകാശപ്പെട്ടിട്ടില്ല. അവന് വിശന്നപ്പോൾ, അവന് ദാഹിച്ചപ്പോൾ ഞങ്ങൾ പട്ടണത്തിൽ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ രഹസ്യമായി ഒരത്ഭുതവും ഉളവാക്കുവോ, പരസ്യമായി ഒരത്ഭുതം ചെയ്തുകൊണ്ട് മനുഷ്യപുത്രൻ ഭക്ഷിച്ചിട്ടില്ല, പാനം ചെയ്തിട്ടില്ല. തന്റെ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ അവർ വിളഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ അവർ കതിർ പറിച്ച് തിന്നുന്നത് കണ്ടിട്ട് വിലക്കാത്ത യേശു ശബത്ത് നാളായിട്ടും അതേ യേശു സമയാസമയങ്ങളിൽ താൻ ദൈവപുത്രനെന്ന് തെളിയിക്കേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് യേശു അത്ഭുതങ്ങളെ ചെയ്തു. ഇനിയും വെളിപ്പെടാൻ പോകുന്ന എന്നറിയാമോ? ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മഹത്വം യേശുവിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവപുത്രൻ എന്ന ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇനിയും വെളിപ്പെടാൻ പോകുന്നത് ദൈവം എന്താ ചെയ്യാൻ പോകുന്നറിയാവോ? യേശുവിന്റെ മഹത്വം അതിന്റെ പൂർണ്ണതയോടെ അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ പിതാവിനോടൊപ്പം എങ്ങനായിരുന്നോ ആ മഹത്വമാണ് ഇനി ആര് കാണാൻ പോകുന്നറിയാമോ? അവന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ജനം അവരനുഭവിക്കും, അവർ കാണും. അവർ പിന്നെ ഒരിക്കലും യേശുവിനെ വിട്ടു പിരിയത്തില്ല. എപ്പോഴും അവർ യേശുവിനോട് കൂടെ ആയിരിക്കും, കർത്താവിനോടെ ആയിരിക്കും. യേശു ഇത് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് നമ്മൾ വായിക്കുന്നതായിരിക്കും. അപ്പൊ ശിഷ്യന്മാർ എന്ത് കാണുകയോ? പെട്ടെന്നൊരു നിമിഷ നേരം കൊണ്ട് തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന, തങ്ങളോടൊപ്പമായിരിക്കുന്ന, തങ്ങൾ കഴിക്കുന്ന അതേ യവത്തപ്പം കഴിക്കുന്ന, തങ്ങളോടൊപ്പമായിരിക്കുന്ന, അതേ വെള്ളം കുടിക്കുന്ന, അതേ ഏതൊരു അവസ്ഥയിലും അതേ ഞങ്ങൾക്ക് അവന്റെ ജീവിതത്തിൽ അതേ അവന്റെ സ്വഭാവത്തിലാണ് അവന്റെ മഹിമ വിളങ്ങുന്നത്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ പോലും അവിടെ ദൈവത്തിന് നാമം മഹത്വപ്പെട്ട് അവിടെ ദൈവത്തിന് വെളിപ്പെടുമ്പോഴും അത് കഴിഞ്ഞിറങ്ങുമ്പോൾ സാധാരണ മനുഷ്യപുത്രനായി ജീവിച്ചുകൊണ്ട് തന്റെ നിയോഗങ്ങളെ നിവർത്തിച്ച യേശു ഒട്ടും പ്രതീക്ഷിക്കാതെ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് എവിടേക്ക് പോവുകയാണെന്നറിയാമോ? ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ മുമ്പാകെ അവരുടെ മുൻപിൽ അവർ കാണത്തക്ക രീതിയിൽ രൂപാന്തരപ്പെട്ടു. അപ്പൊ പർപ്പസ്ലിയാണ് ഈശോരെ കൊണ്ടുപോയത്. അവന്റെ മുഖം, അവന്റെ വസ്ത്രം, അവനോട് സംസാരിക്കുന്ന വ്യക്തികൾ, ഒരു നിമിഷം കൊണ്ട് യേശു പത്രോസിനും യാക്കോബിനും യോഹന്നാനും അത്ഭുത വിഷയമായി മാറി. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതെന്താണ് ഈ കാണുന്നേ? അപ്പോഴാണ് അവർ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നേ. മേഘത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു, കവിണ്ണു വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. 9-ാം വാക്യം, അവർ മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു. അപ്പം യേശു അവർക്ക് ഒരു വലിയ അതിശയ വിഷയമാകുന്ന ഒരു കാഴ്ച കൊടുത്തു. അപ്പോസ്തലനായ പത്രോസ് കാലങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി അപ്പോസ്തലൻ എന്ത് ചെയ്യാണ്? വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് വിശ്വാസം നിലനിൽക്കുവാൻ, പ്രത്യക്ഷതയെ കുറിച്ച് സംശയിക്കാതിരിപ്പാൻ, അവന്റെ വരവിനെ കുറിച്ച് ഉള്ള സംശയത്താൽ ഇളകിപ്പോകാതിരിപ്പാൻ, ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും തെസ്സലോനിക്ക സഭയിൽ കത്തെഴുതി അവരെ ഓർപ്പിച്ചുണർത്തുന്നത്. കർത്താവായ യേശുവിന്റെ മഹിമയെ കുറിച്ച് ഒരു ഭാഗം ഞാൻ ഇവിടെ പറയുമ്പോൾ കർത്താവ് ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്.
കർത്താവിനറിയാം സമയത്തിന് മുമ്പേ എല്ലാം അവനെല്ലാം സമയത്ത് വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് ഇങ്ങനെയാണ് പറയുന്നത്. യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതിന്റെ 17-24-ാം വാക്യം, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്ക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ. ആ വാക്ക് ശ്രദ്ധിച്ചേ. യേശുവിന്റെ ആഗ്രഹം ആര് കാണണമെന്നാ? നീ എനിക്ക് തന്ന മഹത്വം ലോകം കാണണമെന്നല്ല പറഞ്ഞേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ. ഈ 17-ാം അധ്യായം തനിക്ക് കൊടുത്തിട്ടുള്ളവർക്ക് വേണ്ടി, തനിക്ക് കൊടുക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ കർത്താവിന് ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ കർത്താവിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമ്മളും അത് തന്നെയല്ലേ ആഗ്രഹിക്കേണ്ടത്? കർത്താവിന്റെ ആഗ്രഹം എന്റെ മഹത്വം പിതാവ് എനിക്ക് തന്നിട്ടുള്ള ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണണം. എന്നിട്ട് അവരെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഈ ദൈവവചനം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങളായി തീരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിക്കണം. കർത്താവേ, പിതാവ് അങ്ങേക്ക് തന്നിട്ടുള്ള മഹത്വം ഞങ്ങൾക്കും കാണേണ്ടതിന് അങ്ങ് ഇരിക്കുന്ന ഇടത്ത് ഞങ്ങളെ ഇരുത്തണമേ. ആ യേശു ആഗ്രഹിച്ചത്, പിതാവ് എന്താഗ്രഹിക്കുന്നോ അത് യേശു പ്രാർത്ഥിച്ചു. യേശു എന്താഗ്രഹിക്കുന്നോ അത് നമ്മളും പ്രാർത്ഥിക്കണം. അതായത് പിതാവ് ആഗ്രഹിച്ചേ തന്റെ പുത്രന് ലോകസ്ഥാപനത്തിന് മുമ്പേ കൊടുത്തിരിക്കുന്ന മഹത്വം തനിക്ക് താൻ നേടിയ തന്റെ പ്രിയപ്പെട്ടവർ കാണേണ്ടതിനും തന്നോടൊപ്പം അവരും ഇരിക്കേണ്ടതും അതേ പിതാവ് ആഗ്രഹിച്ചു. പുത്രനും അത് തന്നെ ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ പിതാവ് പുത്രനിൽ ആഗ്രഹിച്ച് പുത്രൻ പ്രാർത്ഥിച്ചെങ്കിൽ പുത്രൻ നമ്മളിൽ ആഗ്രഹിക്കുന്നത് എന്തുവാ? നാം ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്തുവാ? അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന ആ മഹത്വം അത് വെളിപ്പെടണം. അപ്പോൾ അങ്ങ് ഇരിക്കുന്നിടത്ത് ഞങ്ങളും ഇരിക്കുവാനും ആ മഹത്വം ഞങ്ങൾക്ക് അനുഭവിപ്പാനും കാണുവാനും ഇടയാക്കണം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, വരാൻ പോകുന്ന നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി എത്തേണ്ടത് എന്നാണെന്നറിയാം. ഇപ്പോഴുള്ള നാളുകളിൽ നിങ്ങളുടെ മനസ്സ് മുഴുവനും വേദനയാൽ നിറയുക, കഷ്ടതയാൽ നിറയുക, പല പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട്. എങ്കിലും അതിന്റെ നടുവിൽ നിങ്ങൾ സഹിഷ്ണുത പുറപ്പെടുവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഓർത്തോളം വരാനുള്ള നാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് വെളിപ്പെടാനുള്ള ദിനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആ ആഗ്രഹവും ആ പ്രതീക്ഷയും ആ മനസ്സിൽ എന്താ നിറഞ്ഞു നിൽക്കേണ്ടെന്നറിയാമോ? കർത്താവ് ആ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോയപ്പോൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുക, താൻ ക്രൂശിക്കപ്പെടാൻ പോകുക, താൻ തകർക്കപ്പെടാൻ പോകുക, തന്നെ ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിച്ച ദൈവീത നിറവേറാൻ പോകുമ്പോൾ യേശു മുന്നിൽ നിർത്തിയത് കഷ്ടതയല്ല, പിന്നെയോ വെളിപ്പെടാനുള്ള മഹത്വമാണ്. യേശു മുമ്പിൽ നിർത്തിയ യേശുവിന്റെ പ്രാർത്ഥനയിൽ കഷ്ടത നീങ്ങിപ്പോണെന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. പിന്നെയോ അതിന്റെ നടുവിൽ തന്റെ ജനത്തെ സൂക്ഷിച്ചുകൊണ്ട് അങ്ങൊരുക്കിയിരിക്കുന്ന മഹത്വം വെളിപ്പെടുമ്പോൾ എനിക്ക് തന്നിട്ടുള്ളവരും ഞാനും ചേർന്നത് കാണുകയും അനുഭവിക്കുകയും വേണം. ആ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തലന്മാരും പിൽക്കാലത്ത് നിലകൊണ്ടത്. അതുകൊണ്ടാണ് ദൈവസഭയോട് അവരത് പറയുന്നത്. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയിൽ എന്തുണ്ട്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്നുള്ള പ്രാർത്ഥന. ആ തനിക്ക് ശരിക്കും ദൈവത്തിന്റെ മഹത്വം എന്നല്ല, ദൈവം യേശുവിന് കൊടുത്തിരിക്കുന്ന മഹത്വം. കാരണം എന്തറിയോ? ഇപ്പോൾ യേശു മനുഷ്യപുത്രനായി ജീവിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന നാളിനെ കുറിച്ച് ഇവരെ ബോധവാന്മാരാക്കിയാണ്. അതുകൊണ്ട് ഇവരെ മഹിമ കണ്ട സാക്ഷികളാക്കി നിർത്തിക്കൊണ്ട് യേശു എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥനയിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്.
അപ്പോസ്തലനായ പത്രോസ് അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം. അതിന്റെ വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് തന്നെ അവന്റെ മഹത്വത്തെ പറഞ്ഞുകൊണ്ടാ. അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ അത് വായിക്കാം. 19 ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിര പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതി. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും നമുക്ക് ഉൾക്കൊള്ളാൻ, നമ്മുടെ പദം നിങ്ങൾ മറന്നു പോകരുത്, അവൻ നമുക്കൊരു അത്ഭുത വിഷയമായി. എല്ലാവർക്കും യേശുവിന്റെ അത്ഭുതം മതി. പക്ഷെ ജനം പറയേണ്ട എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നതറിയോ? യേശു തന്നെ ഒരത്ഭുത വിഷയമായി വെളിപ്പെടാൻ പോകുന്ന ആ നാളിൽ എന്നെയും കൂടെ അതിൽ പങ്കാളിയാക്കുന്ന ആ മഹത്തായ അനുഭവത്തിലേക്ക് നയിക്കണേ എന്നാണ് വാസ്തവമായി നമ്മുടെ കാതലായ പ്രാർത്ഥന എന്നായിരിക്കണം. കാരണം എന്നാ ഞാൻ പറയട്ടെ, യേശുവിന്റെ അത്ഭുതം കണ്ടവരാരും ഈ യേശുവിനെ അത്ഭുത വിഷയമായി കാണുമെന്ന് ആരും വിചാരിക്കേണ്ട. യേശുവിന്റെ അത്ഭുതം കണ്ടവരല്ല അവനെ ഒരു അത്ഭുത വിഷയമായി കാണാൻ പോകുന്നത്. മറിച്ച് യേശുവിനെ എല്ലാരെക്കാളധികം എല്ലാറ്റിനേക്കാളധികം സ്നേഹിച്ച് അവനെ അനുഗമിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന, അവന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ശേഷിപ്പ് മാത്രമേ അവനെ അത്ഭുത വിഷയമായി കാണത്തുള്ളൂ. അവന്റെ മഹത്വം കാണത്തുള്ളൂ. പിതാവ് അവൻ എന്ത് മഹത്വമാ കൊടുത്തിരിക്കുന്നതെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. അവനെ സേവിക്കുന്നവർക്കും അത് കണ്ടിട്ടില്ല. അത് അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചേ, അവരെ കാണിക്കണേ. പത്രോസ് യാക്കോബ് യോഹന്നാനും ഒരു നൊടി നേരത്തേക്ക് കണ്ടതാ. പക്ഷെ എന്നിട്ട് യേശു പറഞ്ഞെന്തോ? പത്രോസ് യാക്കോബ് യോഹന്നാനും കണ്ടതാ, അവർക്കറിയാവുന്നല്ല, അവരും കണ്ടിട്ടില്ല. കാരണം ആ കണ്ടതൊന്നും കാണാൻ പോകുന്നതിനോട് വെച്ച് തുല്യം നോക്കുമ്പോൾ അത് ആ ഒന്നുമല്ല എന്നർത്ഥം. യോഹന്നാൻ ഈ ദർശനം കൊടുക്കുമ്പോൾ തുടക്കത്തിൽ വെളിപ്പാട് ദിവസം ആരംഭിക്കുമ്പോ യോഹന്നാൻ ഈ ദർശനം കാണുവാണല്ലോ. ഇത് കൊടുക്കുമ്പം അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് അവനെ കാണുന്നത്? 1-ാം അധ്യായം 12-ാം വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുധത്തിലുള്ള വാൾ പുറപ്പെടുന്നു. ശ്രദ്ധിച്ചേ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. നമ്മൾ എന്തോ വായിച്ചതിന് മുമ്പ്? നമ്മൾ എന്തോ മത്തായി സുവിശേഷത്തിൽ വായിച്ചേ?
അവന്റെ മുഖം സൂര്യന്റെ പ്രകാശം പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം ഒരലക്കുകാരന് വെളുപ്പിക്കുവാൻ കഴിയാത്ത വെണ്മയുള്ള വസ്ത്രമായിരുന്നു. പക്ഷേ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ധരിച്ചിരുന്ന അങ്ങനെയല്ലായിരുന്നു. അവൻ അങ്ങനത്തെ ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്ത വെണ്മയുള്ള വസ്ത്രമോ, മുഖം ഒരിക്കൽ പോലും, മനുഷ്യപുത്രന്റെ മുഖം ഒരിക്കലും ഒരു പ്രത്യേക തേജോവലയത്തിൽ അല്ലായിരുന്നു. അവനെ മുഖത്തിന്റെ തേജോ വലയം കണ്ടോ, അവന്റെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന തേജസ് കണ്ടോ വിശ്വസിക്കത്തക്കവണ്ണം അവന്റെ മുഖം പ്രകാശിച്ചിരുന്നില്ല. അവന്റെ വചനത്താലും അവന്റെ വിളിയാലും തെരഞ്ഞെടുക്കപ്പെട്ടൊരു കൂട്ടമാണ് അവനെ അനുഗമിച്ചത്. നിർമ്മിത കഥകളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ക്ലവർ സ്റ്റോറീസിൽ ബുദ്ധിപരമായി മെനഞ്ഞെടുത്ത് ചമച്ചെടുത്ത് അതെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന കഥകളിൽ ദേവീ ദേവന്മാരുടെയൊക്കെ മുഖത്ത് മനുഷ്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് പല തേജോ വലയങ്ങളും കാണും. പക്ഷെ യേശു ഈ ഭൂമിയിൽ തേജോ വലയത്തിലല്ല ജീവിച്ച് സാധാരണ മനുഷ്യനായി തന്റെ ശുശ്രൂഷ നിവർത്തിച്ചു. അതുകൊണ്ട് അവന്റെ തേജസ്സിനെ കുറിച്ച് സംശയിക്കരുത്. വെള്ളി വെളിച്ചമോ സ്വർണ്ണ വെളിച്ചമോ നീല വെളിച്ചമോ അവന്റെ മുഖത്തിലോ വസ്ത്രത്തിലോ വീശിയിട്ടല്ല പത്രോസും യാക്കോബും യോഹന്നാനും ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും അവനെ അനുഗമിച്ചത്. അവന്റെ വാക്കുകൾ ഇറങ്ങി തിരിച്ചു. നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ പുത്രൻ മുഖാന്തരം തന്റെ ആത്മാവിൽ പ്രകാശിപ്പിച്ചു. കേട്ടുകൊള്ളുക, അങ്ങനെ പ്രകാശിക്കപ്പെട്ട ഓരോ ദൈവവും ഇന്ന് രാത്രി കേട്ടുകൊള്ളുക. അങ്ങനെ പ്രകാശിക്കപ്പെട്ട, അകത്ത് പ്രകാശിക്കപ്പെട്ട, അന്തരംഗത്തിൽ പ്രകാശിക്കപ്പെട്ട, ആത്മാവിൽ ജീവൻ വെപ്പിച്ച് തന്റെ പുത്രനെ ക്രിസ്തു എന്ന് തിരിച്ചറിയുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് വേണ്ടി മറ്റൊരു മഹാഭാഗ്യം കാത്തിരിക്കുന്നു. മറ്റൊരു വൻപൻ അവസരം, ഒരു സുവർണാവസരം, താത്തന് തുല്യം ചൊല്ലുവാൻ പറ്റാത്ത ഒരു വമ്പൻ അവസരം, ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത, ആർക്കും അതെ കണ്ടും കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു വലിയ അതേ മഹത്വ പ്രത്യക്ഷത അതാ നമുക്കായി കാത്തിരിക്കുന്നു. അവൻ സാധാരണക്കാരനായി ജീവിച്ചു. താൻ അത്ഭുതം ചെയ്തിട്ട്, താൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ട്, താൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് താൻ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയില്ല. താൻ അതിന്റെ പേരിൽ ഒരു മാനവും മഹത്വവും സ്വീകരിച്ചില്ല. താൻ ചെയ്ത ഓരോ പ്രവൃത്തികളിലും മഹത്വം പോയത് ആർക്കാന്നറിയാമോ? ദൈവത്തിന്. പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, പിതാവായ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, പിതാവായ ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥിച്ചു കൂട്ടായ്മ ആചരിച്ചുകൊണ്ട്, പിതാവായ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, തനിക്ക് തന്നിട്ടുള്ളവരെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ യേശു പൂർണ്ണ മനുഷ്യനായി നിവർത്തിച്ചു. തനിക്ക് വിശന്നപ്പോൾ ആഹാരം ഉണ്ടാക്കുവാൻ അതെ മിറാക്കുലസ് ആയി അത്ഭുതകരമായി അപ്പത്തെ ഉണ്ടാക്കുവാൻ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ ദൈവ വചനത്താൽ ആ പ്രലോഭനത്തെ അതിജീവിച്ചു. അപ്പോസ്തലനായ പത്രോസ് പറയുക, ഞങ്ങൾ നിങ്ങളോട് യേശുവിന്റെ മഹത്വത്തെ കുറിച്ചും പ്രത്യക്ഷതയെ കുറിച്ചും ശക്തിയെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങളെന്തോ ബുദ്ധി മെനഞ്ഞെടുത്ത കഥ പറയുവാണെന്ന്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നിങ്ങളൊന്ന് നോയിക്കേ, അവന്റെ മുഖം ഒന്ന് നോയിക്കേ. യോഹന്നാൻ ആ ദർശനം കാണുകയാ, യേശുവിന്റെ മഹത്വത്തിന്റെ ദർശനം. ചിന്തിക്കാൻ കഴിയുന്നതിലും വിചാരിക്കാൻ കഴിയുന്നതിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായ ആ ദർശനം.
കാണുകയാ. മാറിൽ തങ്ക കച്ച കെട്ടി എന്നോട് സംസാരിച്ച ശബ്ദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. അപ്പോൾ തങ്കം കൊണ്ടുള്ള 7 നിലവിളക്കും അവയുടെ നടുവിൽ പാദം വരെ എത്തുന്ന വസ്ത്രം ധരിച്ച് മാറിൽ തങ്കക്കച്ച കെട്ടി മനുഷ്യപുത്രന് സദൃശ്യനായ ഒരാളിനെയും കണ്ടു. എന്നിട്ടാ നമ്മളിവിടെ വായിച്ച കാര്യങ്ങൾ വിവരിക്കുന്നേ. അദ്ദേഹത്തിന്റെ മുഖം സൂര്യ തേജസ്സോടെ പ്രശോഭിച്ചുകൊണ്ടിരുന്നു. പ്രിയരെ, നമ്മൾ വായിച്ച വാക്യം തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം, കർത്താവ് പ്രത്യക്ഷനാകുന്ന ആ നാളിൽ തന്റെ വിശുദ്ധരിൽ അവിടുന്ന് മഹത്വപ്പെടുകയും അവർക്ക് തന്നെ അവിടുന്ന് ഒരു അത്ഭുത വിഷയമായി മാറുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സാക്ഷ്യത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചത് മൂലം നിങ്ങളും വിശുദ്ധരുടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായ ഒരു ദിനത്തിനു വേണ്ടിയാ നമ്മൾ നോക്കി പാർക്കുന്നത്. അന്നും ഒരു കാര്യം ഓർത്തോണം, അന്നും നമ്മൾ സ്വർണവും രത്നങ്ങളും പതിപ്പിച്ച വീതിയിലല്ല ആഹ്ലാദിക്കാൻ പോകുന്നത്. ദൈവമക്കൾ അത് വ്യക്തമായി ഓർത്തോണം. നമ്മൾ ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കകത്തല്ല ആഹ്ലാദിക്കാൻ പോകുന്നത്. ആ രാജ്യത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ മഹത്വമായിരിക്കും നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. അവന്റെ പ്രതാപമായിരിക്കും നമ്മുടെ പ്രതാപം. അവന്റെ മാനമായിരിക്കും നമ്മുടെ മാനം. അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തിക്കൊണ്ട് ആ മഹത്വത്തിൽ നാം പങ്കാളികളാവുമ്പോൾ ആ ദിനത്തിൽ നമുക്കാർക്കും വർണ്ണിക്കാൻ കഴിയാതെ, നമുക്കാർക്കും വാക്കുകളില്ലാതെ വണ്ണം അവനൊരു അത്ഭുത വിഷയമായി നമ്മുടെ മുമ്പിൽ മാറുന്ന ആ ദിനം നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുക കഷ്ടമുണ്ട്, പൗലോസ് പറയുക കഷ്ടമുണ്ട്, എങ്കിലും നമുക്കതിനെ സാരമില്ലെന്നെണ്ണാം. കാരണം ആ നാളിൽ പ്രതികാരം കൊടുക്കുമ്പോൾ അത് പ്രതികാരത്തിന്റെ അത് നാളായി മാറുന്ന ദിവസം മാത്രമല്ല, പിന്നെയോ പീഡിപ്പിച്ചവർക്ക് അതെ പീഡ കൊടുക്കുക മാത്രമല്ല, പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസം കൊടുക്കുമെന്ന് പറയുമ്പോൾ തോളിൽ തട്ടി സാരമില്ലെന്ന് പറയുന്ന ആശ്വാസം ആരും മനസ്സിൽ കാണരുത്. പിന്നെയോ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷവും ആനന്ദവും ആഘോഷവും കൊണ്ട് നിറയുന്നത് നാം അവിടുത്തെ കെട്ടുപണി കണ്ടിട്ടല്ല. നമുക്ക് കിരീടം പോലും തലയിൽ വെക്കാൻ കഴിയാതെ അവിടെ വീണ് വണങ്ങും. അവിടെ ഒരാളുടെ പ്രതാപവും മഹത്വവും വെളിപ്പെടും. നാം ആരെ അനുഗമിച്ചുവോ, നാം ആരിൽ വിശ്വസിച്ചുവോ, നാം ആർക്കു വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുവോ, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണാൻ ചാകാൻ ഏൽപ്പിച്ചു കൊടുത്തുവോ, ആ കർത്താവ് തന്റെ പൂർണ്ണ മഹത്വത്തോടെ വെളിപ്പെടുമ്പോൾ അവൻ നമുക്കൊരു അതിശയ വിഷയമായിരിക്കും. താബോർ മലയുടെ മുകളിൽ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒരു അതിശയ വിഷയമായി പോയി. യേശുവാണോ ഇത്? എന്തുവാണ് ഈ കാണുന്നത്? സൂര്യന്റെ മുഖം പോലെ പ്രകാശിക്കുന്നു. അയ്യോ, ഈ വസ്ത്രമല്ല ഇട്ടോണ്ട് ഇങ്ങോട്ട് കയറിയേ. അയ്യോ, ആർക്കും കാണാൻ വർണ്ണിക്കാൻ കഴിയാത്ത വെണ്മയോടുകൂടെ, ആർക്കും നോക്കാൻ കഴിയാത്ത തേജസ്സോടുകൂടിയ പ്രകാശം, സൂര്യന്റെ തേജസ്, അതേ 1000 സൂര്യൻ ഒന്നിച്ചു നിച്ചാലും അതിനേക്കാൾ വെല്ലുന്ന തേജസ്സോടെ പ്രകാശിക്കുന്ന ക്രിസ്തുവിന്റെ രൂപാന്തര മഹിമ കണ്ടപ്പോൾ അവന് പറയുകയാണ്, അവന്റെ പ്രത്യക്ഷതയെ ഞങ്ങൾ സംശയിക്കത്തില്ല. സമയത്തെ കുറിച്ച് എനിക്ക് സംശയം കാണാം, പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം, അവന്റെ പ്രത്യക്ഷത എവിടെയെന്ന് ചോദിച്ചേക്കാം. പക്ഷെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഇനി ഞങ്ങളുടെ തോന്നലല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. കാരണം സ്വർഗത്തിൽ ഞങ്ങൾ കാണുക മാത്രമല്ല ചെയ്തത്, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവസ്ഥനിലേക്ക് ഇന്ന് രാത്രി ദൈവവചനം ചിന്തിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഇതാണ്. ആ കർത്താവ് അത്ഭുത വിഷയമായി മാറുന്ന നാളിൽ അതാ കർത്താവ് പറഞ്ഞേ, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ച പോലെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത്
അവരെയും ഇരുത്തട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നു. അടുത്ത ആഴ്ച നമ്മള് എന്താണ് നിത്യനാശത്തിന്റെ കാഠിന്യം എന്താണ്? അതൊരു ഉന്മൂലനാശമാണോ? ഉന്മൂലനാശമാണോ ശിക്ഷ? നിത്യനാശമാണോ? രണ്ടു തമ്മിലുള്ള വ്യത്യാസം അതാണ് രണ്ടാമത്തെ ഭാഗം. ഒരു ഭാഗം മഹത്വത്തിന്റെ പ്രത്യക്ഷതയും അത് ആനന്ദം അത്ഭുത വിഷയമാണ്. മറ്റൊരു വശം നിത്യനാശമെന്ന ശിക്ഷ. ഈ മഹത്വം അറിയുമ്പോഴാണ്, ഈ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് അറിയാത്തത്. ഈ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുന്നവരോട്, ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നവരോടും നഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരോടും പറയുന്നത്, ആ ജീവനേക്കാൾ വിലയുള്ളതായി മഹത്വം, ഈ ജീവനത്തേക്കാൾ വിലയുള്ളതായി മഹത്വം, ഈ ബന്ധങ്ങളെക്കാൾ വിലയുള്ളതായി മഹത്വം. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും സാരമില്ല. യേശു പഠിപ്പിച്ചു, ദേഹത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ദേഹിയെ കൊന്ന് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. നമുക്ക് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ശോധനകളുണ്ട്, പരിശോധനകളുണ്ട്, ജീവഭീഷണികളുണ്ട്, യുദ്ധഭീഷണികളുണ്ട്. ഏത് സമയത്തും എന്ത് സംഭവിക്കാമെന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. രോഗമുണ്ട്, ദുഃഖമുണ്ട്, അവന്റെ നാമനിമിത്തം നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. വിശുദ്ധന്മാർ അനേകർ, കർത്താവിന് വേണ്ടി വേല ചെയ്തവർ, അവരെ തടവറയിലുണ്ട്. അവർക്ക് റിലീസ് ആവശ്യമാണ്. അതേ സഭകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട്, പലരും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതൊരു സത്യമാണ്. പക്ഷെ അതിനേക്കാൾ ഒരു വലിയ സത്യം പറയട്ടെ, വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ, മഹത്വം ഓർക്കുമ്പോൾ, ആ നാളിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ബുദ്ധിക്കകത്ത് ഒതുങ്ങത്തില്ല. അത്ര വലിയൊരു ദിനത്തിനായി നാം കാത്തിരിക്കുമ്പോൾ അവന്റെ പ്രത്യക്ഷതയെ നമുക്ക് സംശയിക്കേണ്ട. അവന്റെ മഹിമ കണ്ട സാക്ഷികളായ ചിലർ പറയുകയാണ്, അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ ശക്തിയെ ഓർക്കുമ്പോൾ നിങ്ങൾ ഒന്നും സംശയിക്കേണ്ട, അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അല്പനേരത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അല്പസമയത്തിന്റെ വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. വേറെ ഒരു മാറ്റവുമില്ല. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് അപേക്ഷിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവ് പുത്രനിൽ ആഗ്രഹിച്ചത് പുത്രൻ പ്രാർത്ഥിച്ചു, പുത്രൻ നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രന്റെ ജീവിതം എത്ര സുതാര്യമായിരുന്നു, എത്ര നിർമ്മലമായിരുന്നു, എത്ര നിർവ്യാജ്യമായിരുന്നു, എത്ര അഗാധവും ആഴമേറിയ ത്യാഗപൂർണമായ സ്നേഹമായിരുന്നു. ആ അഗപ്പെ സ്നേഹം അവൻ നമ്മളിലേക്ക് പകർന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവരങ്ങൾ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ മഹിമയെ കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എപ്പോഴും കഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ക്രിസ്തുവിന്റെ മഹിമയെ കുറിച്ച് ചിന്തിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുവാൻ, അവന്റെ രാജ്യത്തിൽ അവന്റെ വാഴ്ച കർത്താവ് ആഗ്രഹിച്ച അതാണ്. കർത്താവ് ആഗ്രഹിച്ച അതാണ്. യേശു എന്ന ആ വ്യക്തി, ആ മരിച്ചുയർത്തെഴുന്നേറ്റ, മരണത്തിന് ഈ അധികാരമില്ലാത്ത, മരണത്തിനെ പാതാളത്തിനെ താക്കോൽ കൈവശമുള്ള ആ ദൈവപുത്രനിൽ ആനന്ദിക്കുന്ന, ആ പുത്രന്റെ വെളിപ്പാടിനെ നോക്കി പാർക്കുന്ന, ആ പുത്രന്റെ മഹത്വത്തെ, തേജസ്സിനെ നോക്കി പാർക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ഈ ശേഷിപ്പായ നമ്മളെ ഉള്ളൂ. നമ്മളത് നഷ്ടപ്പെടുത്തിയാൽ, നമ്മളിൽ അത് പോയാൽ, ആ കാര്യം നഷ്ടപ്പെട്ടു പോയാൽ, ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ, പിന്നെ കർത്താവ് ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആർക്കു വേണ്ടിയാ? നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്റെ മഹത്വം കാണണം. പ്രിയരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഒരു വാചകം ഉൾപ്പെടുത്തണം. ഈ ഒരു ആയുസ്സിൽ നമ്മുടെ മഹത്വം വെളിപ്പെടാൻ എങ്ങും പ്രാർത്ഥിക്കല്ലേ. കാരണം യേശു തന്റെ 33.5 വയസ്സിൽ യേശു പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊണ്ടു. എന്നാൽ യേശു വരാനുള്ള നാളിലേക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചേ, കർത്താവ് എനിക്ക് തന്ന മഹത്വം നീ ഒന്ന് വെളിപ്പെടുത്തണം. കാൽവറി ക്രൂശിൽ അവന്റെ മഹത്വം വെളിപ്പെടാൻ, കാൽവറി ക്രൂശിൽ പുത്രന്റെ മഹത്വം വെളിപ്പെട്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് എല്ലാരും ഭസ്മമായി പോയേനെ. കാൽവറി ക്രൂശിൽ യേശുവിന്റെ അഗ്നിജാലക്കത്തെ കണ്ണ് പ്രകാശിച്ചിരുന്നെങ്കിൽ, സൂര്യനെ പോലെ ശോഭിച്ചിരുന്നെങ്കിൽ, ആ വാൾ എടുത്തിരുന്നെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും ഭസ്മമായി ചാരമായി പോയേനെ. പക്ഷേ യേശു പ്രാർത്ഥിച്ചത് സമയത്തിന് മുമ്പേ മഹത്വം വെളിപ്പെടാനല്ല, സമയത്തിന് മഹത്വം വെളിപ്പെടാനാണ്. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെയും അതിനായി യോഗ്യരാക്കണമേ.
ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു കർത്താവേ, നീ തന്നിട്ടുള്ളവർ, എനിക്ക് തന്നിട്ടുള്ളവർന്ന് യേശു പറഞ്ഞ ആ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണിയതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. യേശു പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ ലോകത്തിന് വേണ്ടി അല്ല പിതാവേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്, ഈ ലോകത്തിൽ നിന്ന് അങ്ങ് എനിക്ക് വേർതിരിച്ച് തന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പർട്ടിക്കുലർ പ്രയർ എത്ര ശ്രേഷ്ഠമാണ്. ആ കൂട്ടത്തിൽ നിലകൊള്ളുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ